പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷാവസ്ഥയും അതിന്റെ പ്രത്യാഘാതങ്ങളും ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ, ഊർജ്ജ സുരക്ഷ, കാർഷിക മേഖല, വിദേശത്തുള്ള ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ എന്നിവയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള സ്വാധീനവും വിശദമായി വിലയിരുത്തുന്നതിനായി സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള മന്ത്രിസഭാ സമിതി ഉന്നതതല യോഗം ചേർന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിവിധ നിർണായക വിഷയങ്ങൾ വിശദമായി ചർച്ച ചെയ്യുകയും നിലവിലെ സാഹചര്യം നേരിടാൻ സർക്കാർ സ്വീകരിച്ച നടപടികളും ഭാവിയിൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകളും സമഗ്രമായി അവലോകനം ചെയ്യുകയും ചെയ്തു. പശ്ചിമേഷ്യയിലെ സംഘർഷം രൂക്ഷമായതിനെ തുടർന്നുണ്ടാകുന്ന ആഗോള പ്രത്യാഘാതങ്ങൾ കണക്കിലെടുത്ത് ഈ വിഷയത്തിൽ ചേരുന്ന നാലാമത്തെ പ്രത്യേക CCS യോഗമായിരുന്നു ഇത്. യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, വിദേശകാര്യമന്ത്രി S ജയശങ്കർ, ധനമന്ത്രി നിർമ്മല സീതാരാമൻ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, ക്യാബിനറ്റ് സെക്രട്ടറി എന്നിവരുൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷ, വിദേശ നയം, ഊർജ്ജ ലഭ്യത, സാമ്പത്തിക സ്ഥിരത, ഭക്ഷ്യവള വിതരണ ശൃംഖല, സമുദ്ര സുരക്ഷ എന്നിവയുമായി ബന്ധപ്പെട്ട വിവിധ വകുപ്പുകൾ തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ യോഗത്തിൽ വിശദമായി പരിശോധിച്ചു. പശ്ചിമേഷ്യയിലെ ജിയോ പൊളിറ്റിക്കൽ സാഹചര്യത്തിൽ ദിവസേനയുണ്ടാകുന്ന മാറ്റങ്ങളും അതിന്റെ പശ്ചാത്തലത്തിൽ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ ഉണ്ടായേക്കാവുന്ന ചാഞ്ചാട്ടവും ഇന്ത്യയുടെ ഇറക്കുമതി ചെലവിലുണ്ടാകുന്ന പ്രത്യാഘാതവും യോഗം വിലയിരുത്തി. രാജ്യത്തെ ഇന്ധന വിതരണത്തിൽ യാതൊരു തടസ്സവും ഉണ്ടാകാതിരിക്കാനായി സ്വീകരിച്ച നടപടികളെക്കുറിച്ച് ക്യാബിനറ്റ് സെക്രട്ടറി വിശദമായ അവതരണം നടത്തി. ക്രൂഡ് ഓയിൽ, LPG, LNG എന്നിവയുടെ ലഭ്യത ഉറപ്പാക്കുന്നതിനായി വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ഉറപ്പാക്കിയിട്ടുണ്ടെന്നും ഒരു പ്രത്യേക മേഖലയെ മാത്രം ആശ്രയിക്കുന്ന രീതിക്ക് പകരം വിവിധ സ്രോതസ്സുകളിൽ നിന്ന് വിതരണം ഉറപ്പാക്കുന്ന നയം ഫലപ്രദമായി നടപ്പാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. LPG സംഭരണ ശേഷി വർദ്ധിപ്പിച്ചതിനൊപ്പം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ആവശ്യത്തിന് കരുതൽ ശേഖരവും സജ്ജമാണെന്ന് യോഗത്തിൽ അറിയിച്ചു. ക്രൂഡ് ഓയിൽ വിതരണത്തിൽ ഏതെങ്കിലും രാജ്യത്ത് തടസ്സം നേരിട്ടാലും മറ്റിടങ്ങളിൽ നിന്ന് ആവശ്യമായ അളവിൽ ഇറക്കുമതി നടത്താൻ ഇന്ത്യക്ക് നിലവിൽ സംവിധാനമുണ്ടെന്നും ഇതിലൂടെ ആഭ്യന്തര വിപണിയിൽ ഇന്ധനക്ഷാമമോ വിലക്കയറ്റമോ ഉണ്ടാകാതിരിക്കാൻ സാധിക്കുമെന്നും ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിതരണ ശൃംഖല ശക്തിപ്പെടുത്തുന്നതിനും ഗതാഗത സംവിധാനങ്ങൾ സുഗമമായി പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിനുമായി വിവിധ ഏജൻസികൾ ഏകോപിതമായി പ്രവർത്തിച്ചു വരുന്നതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കി. പൊതുമേഖലാ എണ്ണ ശുദ്ധീകരണശാലകൾക്ക് 100% പ്രവർത്തനശേഷിയിൽ ഉൽപാദനം തുടരാൻ ആവശ്യമായ ക്രൂഡ് ഓയിൽ ലഭ്യമാണെന്നും അതിനാൽ പെട്രോൾ, ഡീസൽ, വ്യോമയാന ഇന്ധനം, മണ്ണെണ്ണ, LPG തുടങ്ങിയ പ്രധാന പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനത്തിലും വിതരണത്തിലും യാതൊരു തടസ്സവും ഉണ്ടാകില്ലെന്നും സർക്കാർ യോഗത്തെ അറിയിച്ചു. രാജ്യത്തെ വിവിധ സംഭരണ കേന്ദ്രങ്ങളിൽ മതിയായ അളവിൽ ഇന്ധനശേഖരമുണ്ടെന്നും ആവശ്യമായാൽ കൂടുതൽ സംഭരണം നടത്താനുള്ള നടപടികളും തയ്യാറാക്കിയിരിക്കുകയാണെന്നും വിശദീകരിച്ചു. ഊർജ്ജ മേഖലയുടെ ദീർഘകാല വികസനവുമായി ബന്ധപ്പെട്ട് പൈപ്ഡ് നാച്ചുറൽ ഗ്യാസ് കണക്ഷനുകളുടെ വ്യാപനം വേഗത്തിലാക്കാനുള്ള പദ്ധതികളും യോഗത്തിൽ ചർച്ചയായി. രാജ്യവ്യാപകമായി നാഷണൽ ഗ്യാസ് ഗ്രിഡ് കൂടുതൽ ശക്തിപ്പെടുത്തുക, LNG ഇറക്കുമതി ടെർമിനലുകളുടെ ശേഷി വർദ്ധിപ്പിക്കുക, റീഗ്യാസിഫിക്കേഷൻ സംവിധാനങ്ങൾ വികസിപ്പിക്കുക, സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ ശൃംഖല കൂടുതൽ നഗരങ്ങളിലേക്കും ഗ്രാമപ്രദേശങ്ങളിലേക്കും വ്യാപിപ്പിക്കുക എന്നീ പദ്ധതികൾ പുരോഗമിക്കുകയാണെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അറിയിച്ചു. പ്രകൃതിവാതകത്തിന്റെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിലൂടെ പരമ്പരാഗത ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ സാധിക്കുമെന്ന വിലയിരുത്തലും യോഗത്തിൽ പങ്കുവച്ചു. വരാനിരിക്കുന്ന റാബി കൃഷി സീസണിന് ആവശ്യമായ വളങ്ങളുടെ ലഭ്യതയും സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള മന്ത്രിസഭാ സമിതി പ്രത്യേകം വിലയിരുത്തി. അന്താരാഷ്ട്ര വിപണിയിലെ അനിശ്ചിതത്വം വളം ഇറക്കുമതിയെ ബാധിക്കാതിരിക്കാൻ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ബന്ധപ്പെട്ട വകുപ്പുകൾ അറിയിച്ചു. കർഷകർക്ക് ആവശ്യമായ സമയത്ത് ആവശ്യത്തിന് വളം ലഭ്യമാക്കുന്നതിനായി കേന്ദ്രവും സംസ്ഥാനങ്ങളും ചേർന്ന് പ്രവർത്തിക്കണമെന്നും ആവശ്യമായിടത്ത് ഇതര രാജ്യങ്ങളിൽ നിന്ന് വളം ഇറക്കുമതി ചെയ്യുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്നും പ്രധാനമന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. വിതരണ ശൃംഖലയിൽ തടസ്സമുണ്ടാകാതിരിക്കാൻ തുറമുഖങ്ങൾ, റെയിൽവേ, ഗതാഗത ഏജൻസികൾ എന്നിവയുമായി ഏകോപനം ശക്തിപ്പെടുത്താനും നിർദ്ദേശം നൽകി. സംഘർഷ മേഖലകളിൽ സേവനമനുഷ്ഠിക്കുന്ന ഇന്ത്യൻ നാവികരുടെ സുരക്ഷയും യോഗത്തിൽ പ്രധാന ചർച്ചാ വിഷയമായി. വിദേശ പതാകയേന്തിയ കപ്പലുകളിലും ഇന്ത്യൻ പതാകയേന്തിയ കപ്പലുകളിലും ജോലി ചെയ്യുന്ന ഇന്ത്യൻ നാവികരുടെ സുരക്ഷാ സാഹചര്യം നിരന്തരം നിരീക്ഷിച്ചു വരുന്നതായി അധികൃതർ അറിയിച്ചു. അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ഉടൻ സഹായം ലഭ്യമാക്കുന്നതിനും നാവികരുമായി സ്ഥിരമായ ആശയവിനിമയം നിലനിർത്തുന്നതിനുമായി പ്രത്യേക ഏകോപന സംവിധാനം സജ്ജമാക്കാനും പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി. നാവികരുടെ കുടുംബാംഗങ്ങൾക്ക് കൃത്യസമയത്ത് വിവരങ്ങൾ കൈമാറുന്നതിനും ആവശ്യമായ കൌൺസിലിംഗ്, മാനസിക പിന്തുണ, അടിയന്തര സഹായം എന്നിവ ഉറപ്പാക്കുന്നതിനായി പ്രത്യേക സഹായ കേന്ദ്രങ്ങൾ പ്രവർത്തിപ്പിക്കാനും തീരുമാനമായി. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരും പഠിക്കുന്നവരും സന്ദർശനത്തിനായി പോയവരുമായ ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി
യോഗത്തിൽ ഊന്നി പറഞ്ഞു. പശ്ചിമേഷ്യയിലെ വിവിധ രാജ്യങ്ങളിലുള്ള ഇന്ത്യൻ എംബസികളും കോൺസുലേറ്റുകളും ജാഗ്രതയോടെ പ്രവർത്തിക്കണമെന്നും ആവശ്യമായാൽ ഇന്ത്യൻ പൗരന്മാരെ സുരക്ഷിത മേഖലകളിലേക്ക് മാറ്റുന്നതിനും സ്വദേശത്തേക്ക് തിരിച്ചെത്തിക്കുന്നതിനുമായി എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയാക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിയന്ത്രണ മുറികൾ 24 മണിക്കൂറും പ്രവർത്തന സജ്ജമായിരിക്കണമെന്നും ഇന്ത്യൻ സമൂഹവുമായി തുടർച്ചയായ ബന്ധം നിലനിർത്തണമെന്നും യോഗത്തിൽ നിർദ്ദേശിച്ചു. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കാവുന്ന സാധ്യതകളും യോഗം വിലയിരുത്തി. ആഗോള വിപണിയിലെ വില വർധനവ്, ചരക്കു നീക്കത്തിലെ കാലതാമസം, കടൽ ഗതാഗത ചെലവിലെ വർധനവ്, ഇൻഷുറൻസ് നിരക്കുകളിലെ മാറ്റം തുടങ്ങിയ വിഷയങ്ങൾ സംബന്ധിച്ച് വിവിധ മന്ത്രാലയങ്ങൾ തയ്യാറാക്കിയ റിപ്പോർട്ടുകളും പരിശോധിച്ചു. രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിരത നിലനിർത്തുന്നതിനും ആവശ്യവസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കുന്നതിനുമായി ആവശ്യമായ എല്ലാ ഇടപെടലുകളും നടത്താൻ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. ദീർഘകാല ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയും പ്രധാനമന്ത്രി പ്രത്യേകം എടുത്തു പറഞ്ഞു. പരമ്പരാഗത ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് ക്രമേണ കുറച്ച് സൗരോർജ്ജം, കാറ്റാടി വൈദ്യുതി, ഹരിത ഹൈഡ്രജൻ, ജൈവ ഇന്ധനം, മറ്റ് പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകൾ എന്നിവയുടെ ഉപയോഗം കൂടുതൽ വ്യാപിപ്പിക്കേണ്ടത് കാലത്തിന്റെ ആവശ്യകതയാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ശുദ്ധ ഊർജ്ജ രംഗത്ത് നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിലൂടെ രാജ്യത്തിന്റെ ഊർജ്ജ സ്വയം പര്യാപ്തത ശക്തിപ്പെടുത്താനും ആഗോള പ്രതിസന്ധികളുടെ ആഘാതം കുറയ്ക്കാനും കഴിയുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. യോഗത്തിന്റെ സമാപനത്തിൽ പശ്ചിമേഷ്യയിലെ സാഹചര്യം കേന്ദ്ര സർക്കാർ തുടർച്ചയായി നിരീക്ഷിച്ചു വരികയാണെന്നും സാഹചര്യമനുസരിച്ച് ആവശ്യമായ എല്ലാ നടപടികളും സമയബന്ധിതമായി സ്വീകരിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ, രാജ്യത്തിന്റെ ഊർജ്ജവും ഭക്ഷ്യസുരക്ഷയും സാമ്പത്തിക സ്ഥിരതയും ദേശീയ താൽപര്യങ്ങളും സംരക്ഷിക്കുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും എല്ലാ മന്ത്രാലയങ്ങളും വകുപ്പുകളും പരസ്പര ഏകോപനത്തോടെ പ്രവർത്തിക്കണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.